നമസ്തേ. ഇന്നത്തെ വീഡിയോ വിദ്യാരാജഗോപാല യന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. വിദ്യാരാജ്ഞിയായ ശ്രീ സരസ്വതി ദേവിയുടെ കൃപാകടാക്ഷത്താൽ യഥാവിധി അനുസരിച്ച് ശുദ്ധമായ വെള്ളി തകിടിലോ സ്വർണ്ണ തകിടിലോ എഴുതി അത് 21 ദിവസത്തെ പൂജ ചെയ്ത് നല്ലൊരു ദിവസം നല്ലൊരു സമയം നോക്കി അത് ശരീരത്തിലാണ് ഞാൻ അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം അത് ധരിക്കുന്ന ആൾക്ക് ഉണ്ടായിരിക്കും. അതിലൊരു മാറ്റവുമില്ല. എന്നാൽ ഈ 21 കാലയളവിനകം വെച്ച് ശരീരശുദ്ധി എന്ന് പറയുന്ന ക്രിയകളും കൂടെ ധരിക്കുന്ന ആൾ ചെയ്യേണ്ടതാണ്. ഉദാഹരണം, കദളിപ്പഴം മേടിച്ച് ശിവക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പൂജിച്ച് അത് കഴിക്കുന്നത് നല്ലതാണ്. തേൻ ദുർഗാദേവി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത് പൂജിച്ച് അത് രാവിലെ ഓരോ തുള്ളി സേവിക്കുന്നതും നല്ലത് തന്നെ. കരിക്ക് ആ ജലം നമ്മൾ പൂജിച്ച് മേടിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കൂടാതെ തന്നെ നമുക്ക് നെയ്യുണ്ട്, പഞ്ചവികൃത നെയ്യുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ആയുർവേദത്തിൻ്റെ തന്നെ വയറ് ഇളക്കുന്ന ടൈപ്പുള്ള മരുന്നുകളുണ്ട്. അത് ഈ ചൂടും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ആയുർവേദ ഏതെങ്കിലും ഡോക്ടറിനെ സമീപിച്ചിട്ട് വേണം അത് മേടിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കഴിക്കുന്നത് എന്തിനാ? ശരീരത്തിനകത്തുള്ള നെഗറ്റീവുകളെ എല്ലാം കളയണം. കൂട് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്ത് അത് യന്ത്രം വരച്ച് പൂജിച്ച് അതിനകത്തിട്ട് നിറച്ച് ദേഹത്ത് ധരിക്കുന്നതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ശരീരശുദ്ധീകരണം. ഈ ശരീരശുദ്ധീകരണം ഈ 21 ദിവസത്തിനകം വെച്ച് തന്നെ ചെയ്തു മാറണം. 1-2 ദിവസം ചെയ്താലൊന്നും പറ്റത്തില്ല. അപ്പം ഈ കദളിപ്പഴവോ അല്ലെങ്കിൽ സാരസഹൃദം നെയ്യ് ഇങ്ങനെയൊക്കെ ഉള്ള നമുക്ക് കഴിച്ചാൽ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലുള്ള വസ്തുക്കൾ തിരഞ്ഞെടുത്ത് ശിവക്ഷേത്രത്തിലും ദുർഗാദേവി ക്ഷേത്രത്തിലും സരസ്വതി ക്ഷേത്രത്തിലും കൊടുക്കുന്നത് വളരെ ഉത്തമം തന്നെയാണ്. ശാരദാദേവി ക്ഷേത്രം ശിവഗിരിയിൽ ശാരദാമ്മയെ പോയി കാണുന്നതും ദേവിയെടുത്ത് പോയി ആ മണ്ണിൽ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് ഉപവസിക്കുന്നതും ദേവിയുടെ ആ മണ്ണിൽ തന്നെ പോയി ഇരുന്നുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് നമ്മൾ എല്ലാ കാര്യങ്ങളും ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടുന്ന് എഴുന്നേക്കാൻ നേരത്ത് നമ്മളുടെ ശരീരത്തിൽ ആ പറ്റിയിരിക്കുന്ന മൺതരികൾ തട്ടി നമ്മൾ തറയിലിടുന്നത് പോലെ തന്നെ എല്ലാ വ്യാധികളും അവിടുന്ന് കളഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വരുന്നത്. പക്ഷെ നമ്മൾ ശിവഗിരിയിലെ ശാരദാദേവി അടുത്തൊക്കെ പോയി കഴിയാൻ നേരത്ത് അവിടെ ഒരു 10 മിനിറ്റെങ്കിലും അവിടെ ഇരുന്ന് നമ്മളുടെ മനസ്സ് തുറന്ന് ദേവിയോട് ആ വിഷമഗതികളെല്ലാം പറയാനുള്ള സന്മനസ്സും കൂടെ കാണിക്കണം. അവിടെ പോകാൻ നേരത്ത് അവിടത്തേക്ക് മാത്രം ഒരു ദിവസം അതിനു വേണ്ടി മാറ്റി വെച്ച് പോയി ഇരുന്ന് അത് നമ്മളുടെ ഒരു ആവശ്യമാണ്. നമ്മൾ ടൂറ് പോകുന്ന കണക്ക് അങ്ങോട്ട് പോയി കറങ്ങി അതെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങി പോയിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യവുമില്ല. അപ്പം നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഇത്രയും മഹാകാര്യങ്ങളെല്ലാം വ്യക്തിയായ ദിവ്യസ്വരൂപനായ പരമാത്മാവും പരമ്പൊരുളായ ആ തേജസ്വരൂപനായ പരമഗുരു പ്രതിഷ്ഠ നടത്തിയ ശിവഗിരി ശാരദാദേവി നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അതുകൂടാതെ എത്രയോ ദുർഗാദേവി ക്ഷേത്രങ്ങളുണ്ട്. സരസ്വതി ദേവിയെ തന്നെ പ്രതിഷ്ഠ നടത്തിയ കൊല്ലം ശാരദാദേവി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള മാറ്റഗതികൾക്കനുസൃതമായിട്ട് ഓരോ ക്ഷേത്രങ്ങളിൽ ദേവി പല ഭാഗങ്ങളിലായിട്ട് ഇരിക്കുന്നെങ്കിലും സരസ്വതി എന്ന് പറയുന്ന സങ്കല്പത്തിലിരിക്കുന്ന ഇത്തരം ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. എന്നാൽ ആ ക്ഷേത്രങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോവുക, വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യിപ്പിക്കുക. പ്രത്യേകിച്ച് ഈ പൗർണമി നാളുകളിൽ വ്രതശുദ്ധിയോടുകൂടി മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചിട്ട് വ്രതശുദ്ധിയോടുകൂടിയുള്ള നാമാർച്ചനകളിൽ പങ്കാളികളാക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നേരത്തെ നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മളിലേക്കൊരു ദിവ്യത തേടി വരികയും
ആ ദിവ്യതയുടെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് മറ്റ് അനർത്ഥങ്ങളിലോട്ട് നമ്മൾ പോവാതെ നമ്മളെ തന്നെ സ്വയം നിയന്ത്രിച്ച് നമ്മളെ തന്നെ അതൊരു കടിഞ്ഞാണിട്ട് പിടിച്ച് നിർത്തിക്കളയും. അതാണ് ആ ഒരു ഭക്തിയുടെ ഒരു തലമെന്ന് പറയുന്നത്. അത് ഓരോ വ്യക്തികൾക്കും ഓരോ കാഴ്ചപ്പാടുകളും ഓരോ രീതികളുമാണ്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് തന്നെ നമ്മൾ എഴുന്നേൽക്കണം. ഈ ബ്രഹ്മമുഹൂർത്ത സമയങ്ങളിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കൃത്യനിഷ്ഠയായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ നെയ്യോ അല്ലെങ്കിൽ ആ തേനോ അല്ലെങ്കിൽ കദളിപ്പഴമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജിച്ച വസ്തുക്കൾ നമ്മളത് സേവിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ആ മുഹൂർത്ത സമയത്ത് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ആ ബ്രഹ്മാവ് ഉണർന്നിരിക്കുന്ന സമയത്ത് പത്നിസ്വരൂപിണിയായ സരസ്വതി ദേവിയുടെ കൃപാകടാക്ഷവും നമ്മുടെ ആ ശിരസിൻ്റെ വലതുവശത്തുണ്ടായിട്ടുള്ള ആ ഗ്രന്ഥി സരസ്വതിയാമ സമയത്ത് അത് ഉണർന്നു വരികയും നമ്മൾ ആ സമയത്ത് വായിക്കുന്ന ഒരു അക്ഷരങ്ങൾ പോലും മറക്കത്തില്ല. അത് എത്ര നാൾ വേണമെങ്കിലും നമ്മളുടെ മനസ്സിലത് നിൽക്കും. മനസ്സിരുത്തി ദേവിയെ വന്ദിച്ച് നമ്മളത് തുടങ്ങിയാൽ തീർച്ചയായിട്ടും എത്ര ഇനി കട്ടി പാരഗ്രാഫ്സുകളായാലും ശരി തന്നെ അതൊക്കെ ഒരു ക്യാപ്സ്യൂളായിട്ട് നമ്മുടെ മൈൻഡിൽ കാണും. അപ്പോൾ ഉചിതമാകുന്ന കാര്യങ്ങൾ ഉചിതമാകുന്ന രീതിയിൽ നമ്മളെ സ്വയം നിയന്ത്രണാവസ്ഥയിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള അറിവ് സരസ്വതി ദേവി പ്രദാനം ചെയ്ത് തന്നിരിക്കും. അതിൽ ഒരു സംശയവും ഇല്ല. അതിലുപരി ഈ 21 ദിവസത്തെ പൂജ കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് റെസിപ്റ്റ് എഴുതി തിരുമേനിക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മൾ ആ കൂട് വാങ്ങി നല്ലൊരു ദിവസം നോക്കി നമ്മളത് നമ്മുടെ ദേഹത്ത് ധരിച്ചു കഴിഞ്ഞിട്ട് നമ്മളതിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും വേണം. ആ കൂടിനെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു അത് 6 മാസം കൂടാൻ നേരത്ത് കൊണ്ടുവന്ന് പൂജിച്ചു. അത് നമ്മുടെ ദേഹത്ത് ധരിച്ച് നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള നെയ്യ്, സാരസ്വതം നെയ്യ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൂജിച്ച് കഴിച്ചതിനു ശേഷം നമ്മളുടെ മനസ്സിനകത്ത് നമ്മൾ ആത്മാർത്ഥപരമായിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് നമ്മൾ ധ്യാനിക്കണം. ധ്യാനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു യോഗ ക്രിയയിലുള്ളതാണ്. പക്ഷേ എങ്കിലും ധ്യാനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മൈൻഡിനെ നമ്മൾ ബാലൻസ് ചെയ്ത് നിലയ്ക്ക് നിർത്താൻ കൊണ്ട് വരണം. അതിന് അങ്ങനെ ആ ഒരു അടുക്കും ചിട്ടയും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് വരുന്ന ആ ദിവ്യത നമ്മളെ നയിക്കാൻ പറ്റത്തുള്ളൂ. ആ ദിവ്യത നമ്മളെ നയിച്ച് നമ്മൾ മുമ്പോട്ട് വരും തോറും നമുക്ക് ഓരോ കാര്യങ്ങൾ പുനരുദ്ധാരണപരമായിട്ട് ചിന്തിച്ചും ചെയ്തും നമ്മൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ചും പോകാനായിട്ട് നമ്മളത് ശ്രമിക്കും. പിന്നെ നമ്മളുടെ ദേഹത്ത് ഈ കൂടിൻ്റെ ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു പരിധി കഴിയാൻ നേരത്ത് നമുക്ക് തന്നെ ചില അസ്വസ്ഥതകൾ തോന്നി തുടങ്ങും. അപ്പോൾ നമ്മൾ അതിനെ റിന്യൂ ചെയ്ത് വീണ്ടും പൂജിച്ച് നമ്മളുടെ ആ വിദ്യാഭ്യാസ കാലയളവ് കഴിയുന്നിടം വരും. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ കാലയളവ് കഴിഞ്ഞാലും വിദ്യാരാജ്ഞിയുടെ യന്ത്രം ദേഹത്ത് ധരിക്കുന്നതും നല്ലത് തന്നെ. കാരണം ഈ എടുത്തിയാട്ട സ്വഭാവങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഒഴിഞ്ഞു നിൽക്കും. പിന്നെ ഒരു കണക്കൂട്ടലുകളും ഇല്ലാത്ത ഒരു ജോലിയുമില്ല. ഏത് ജോലി ചെയ്താലും അതിനെല്ലാം നമുക്ക് അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ എല്ലാം വിദ്യാദേവിയുടെ ഗുണങ്ങൾ നമുക്കുണ്ടാവേണ്ടതാണ്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ദേഹത്ത് അത് ചെയ്ത് നമ്മളിട്ട് നമുക്ക് നല്ല രീതിയിലായി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പര്യവസാനത്തോടത്തോളം കാലം അത് കാത്തു സൂക്ഷിച്ച് നമ്മൾ പോവുക തന്നെ വേണം. അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ആ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ആ ഒരു ദൈവീയ അനുഗ്രഹം നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഒബ്സർവ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പോഴും നമുക്ക് എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും അത് സ്വയം നമുക്കത് ഫേസ് ചെയ്ത് പോകാൻ പറ്റും. അത്രത്തോളം പവർ
അത്രത്തോളം സാന്നിധ്യം അതിലുണ്ട്. അതേപോലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ ഈ വിദ്യാരംഭത്തോടൊക്കെ അനുബന്ധിച്ച് ഒരുപാട് യന്ത്രങ്ങൾ ഇതേപോലെ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതവിടെ കൊണ്ടുപോയി പൂജിച്ച് പിന്നീട് അവിടുന്ന് അവർ തന്നെ നിറച്ച് അത് കൊടുത്ത് അത് ദേഹത്ത് ധരിച്ച് കൊണ്ടുപോയി നല്ല അഭിപ്രായങ്ങൾ വന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഇതൊരു വിദ്യാരാജഗോപാല യന്ത്രത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നതിൻ്റെ കാരണം പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നും പറഞ്ഞ് പല കുട്ടികളും ഞാൻ നിൽക്കുന്ന ക്ഷേത്രത്തിൽ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. അപ്പോഴേ ഞാൻ ചിന്തിച്ച് എന്നാൽ ഇത് നമുക്കിത് വീഡിയോ പോലെ ഒന്ന് ആക്കണം. ഇതേപോലെ ആ വിദ്യാഭ്യാസത്തെ സ്നേഹിച്ചും ഗുരുദേവൻ പറഞ്ഞ കണക്ക് 64 പ്രധാനം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായ രീതി ഈ സമൂഹത്തിൽ ഇന്ന് അത്യാവശ്യ കാര്യം തന്നെയാണ്. അത് നമ്മളത് ഫോളോ ചെയ്ത് പോയാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഐശ്വര്യം നമുക്ക് ജീവിതകാലം മുഴുവനും അത് ദേവി തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്ത് കൊടുത്തിട്ടുള്ള ഓരോ ആളുകളും അതിൻ്റെ കാലാവധി കഴിയാൻ നേരത്ത് നമ്മൾ ഏത് ക്ഷേത്രത്തിലാണോ നിൽക്കുന്നത് ആ ക്ഷേത്രം തേടിപ്പിടിച്ച് വന്ന് വീണ്ടും ചെയ്യിപ്പിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴും എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ നേരത്ത് അത് ഞാൻ ഇങ്ങനെ ഇതാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ഇത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ അവർ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റഗതി നമ്മളടുത്ത് പറയാൻ നേരത്ത് നമുക്കതുകൊണ്ട് മനസ്സിനകത്തൊരു സംതൃപ്തിയുണ്ട്. അപ്പം ആ യഥാവിധി അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വേണം ഇത് ദേഹത്ത് ധരിക്കാനും. ദേവിയെ എല്ലാ ദിവസവും നിത്യവും ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ ദേവിയെ ഉപവസിക്കണം. അതേപോലെ തന്നെ പ്രാർത്ഥനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിത്യവും നമ്മൾ സമയബന്ധിതമായിട്ടുള്ള സമയങ്ങളിൽ നമ്മളിത് ചെയ്തു മാറിയാൽ തീർച്ചയായിട്ടും വിദ്യയുടെ രാജ്ഞിയായ ശ്രീ സരസ്വതി ദേവി അമ്മയുടെ കൃപാകടാക്ഷം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ പരിപൂർണപരമായിട്ട് ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മൾക്കത് കിട്ടിയിരിക്കും.